ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫ്ലട്ടർ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് നോക്കുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് ഫ്ലട്ടർ, ഫ്ലട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഇത് നമുക്ക് റൺ ചെയ്യണം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ വേണം, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ നോക്കുന്നത്. അപ്പോൾ ഇതിലിവിടെ പറയുന്നുണ്ട് Flutter എന്താണ്? Flutter is an open source UI software development kit created by Google. എന്നുവെച്ചാൽ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് UI സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് ആണ് എന്ത് ഫ്ലട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് പറയുന്നത് ഇവിടെ സിംഗിൾ കോഡ് ബേസ് ഫോർ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ലിനക്സിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് iOSന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ എല്ലാ OSനും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലട്ടർ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്ലട്ടർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, flutter.dv എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവാം. ഉണ്ടോ ഇവിടെ പറയുന്നുണ്ട് ബിൽഡ് ഫോർ എനി സ്ക്രീൻ എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു സ്ക്രീനിലേക്കും വേണ്ടിയിട്ട് നമുക്ക് ഫ്ലട്ടർ എന്ന് പറഞ്ഞ UI കിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൂൾ കിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതിലൂടെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മളിപ്പോ ആൻഡ്രോയിഡ് iOS എന്ന് പറഞ്ഞ രണ്ട് ഡിവൈസ്. അപ്പൊ ഇതിലേക്ക് നമ്മളിപ്പോ ആൻഡ്രോയിഡിലാണെങ്കിൽ നമ്മൾ വേറെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് യൂസ് ചെയ്യണം, അത് ഇതാക്കണം, അത് അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതേമാതിരി തന്നെ നമ്മളിപ്പോ ഒരു iOS ഡിവൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്താലൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്, എന്താ വെച്ചാൽ സിംഗിൾ കോഡ് ബേസിൽ നമുക്ക് പ്രോഗ്രാം എഴുതിയിട്ട് അത് എന്ത് ചെയ്യാം, ഈ മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആപ്പും കാര്യങ്ങളും വെബ് ആപ്ലിക്കേഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, മൊബൈലിൽ, വെബ്, ഡെസ്ക്ടോപ്പ് ആൻഡ് എംബഡഡ് എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. ഫ്ലട്ടർ ഈസ് ആൻ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ മൾട്ടി പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ ഫ്രം എ സിംഗിൾ കോഡ് ബേസ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഫസ്റ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പൊ അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ നമുക്ക് പറയുന്നത് എന്താ വെച്ചാല് എന്തുകൊണ്ട് ഫ്ലട്ടർ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാസ്റ്റ് ആണ്, ക്രോസ് പ്ലാറ്റ്ഫോം ആണ്, UI അങ്ങനത്തെ കാര്യങ്ങൾ, സ്ട്രോങ് കമ്മ്യൂണിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നു. അപ്പൊ നമ്മുടെ സെറ്റപ്പ് യുവർ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സിസ്റ്റത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്ലട്ടർ SDK എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്ലട്ടറിന്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ SDK എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അത് ഇവിടെ പറയുന്നുണ്ട് വിൻഡോസ്, മാക്, ലിനക്സ് ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്ലട്ടർ SDK എന്ന് പറഞ്ഞു. പിന്നെ വേണ്ടത് നമുക്കൊരു IDE ആണ് വേണ്ടത്. IDE എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വെച്ചാല് നമുക്ക് കോഡ് എഡിറ്റ് ചെയ്യാനും UI ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ IDE. അപ്പൊ അതില് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് IDE ആണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. എന്ന് വെച്ചാല് നമ്മളിപ്പോ കോഡ് എഴുതുന്നൊക്കെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാനും ആപ്പ് റൺ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മള് അതില് ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ എമുലേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. എമുലേറ്റർ, സിമുലേറ്റർ, ഫിസിക്കൽ ഡിവൈസ് എന്ന് പറഞ്ഞ 3 ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ ക്രോം വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈമിൽ വേണമെങ്കിൽ ഈ എമുലേറ്ററോ സിമുലേറ്ററോ ഒക്കെ വെച്ച് ഫിസിക്കൽ ഡിവൈസ് ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെയും ചെയ്യാം. എമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെർച്വലി ഒരു ഫോൺ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സിമുലേറ്റർ നമ്മൾ iOS യൂസ് ചെയ്യുന്നതാണ് സിമുലേറ്റർ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാം.
പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ അകത്ത് SDK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡാർട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അതിൽ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ IDE ഇൻസ്റ്റാൾ ചെയ്യുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലട്ടറും ഡാർട്ട് എന്ന് പറഞ്ഞ പ്ലഗിൻസും നമ്മൾ ഇൻസ്റ്റാൾ എന്ത് ചെയ്യാം, ആ IDEന്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമ്മൾ ഡാർട്ട് ലാംഗ്വേജിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈപ്സ്, വേരിയബിൾസ്, ഫങ്ഷൻസ്, ക്ലാസ്സസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള എല്ലാ കാര്യങ്ങളും ഡാർട്ടിന്റെ അകത്തുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റേതായ ഒരു സിന്റാക്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇഫ് ആണെങ്കിലും ഫോർ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ജാവയിൽ എഴുതുന്ന മായല്ല പൈത്തണിൽ എഴുതുന്ന മായല്ല നമ്മള് C++ല്. അപ്പൊ ആ ഒരു വ്യത്യാസം, അപ്പൊ ആ ഇത് മാത്രം ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഫ്ലട്ടർ വിഡ്ജറ്റ് ആൻഡ് UI ടെക്സ്റ്റ്, നമ്മളിപ്പോ ഇതിലെ ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ UI ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിളിന്റെ ഒരു UI ടൂൾ കിറ്റ് ആണ്. നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ഓപ്പൺ സോഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് കാര്യം API ഇന്റഗ്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ഫ്ലട്ടർ എന്താണ്, എന്തുകൊണ്ടാണ് ഫ്ലട്ടർ യൂസ് ചെയ്യുന്നത്, മെയിൻ ഇതെന്ന് പറഞ്ഞാല് നമുക്കൊരു സിംഗിൾ കോഡ് എഴുതിയിട്ട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലട്ടറിന്റെ SDK ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഒരു IDE ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ എമുലേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വെച്ചിട്ട് നമുക്ക് കോഡ് എഴുതാം. അത് നമുക്ക് ഫിസിക്കൽ ഡിവൈസ് നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ടും റൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഗൂഗിൾ ക്രോം അങ്ങനത്തെ ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് SDK ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.